അനുവിനെ ജയിപ്പിച്ചതെന്നാണല്ലോ പൊതുവെ എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? പിആറിന് എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഇല്ല ഒരിക്കലും. കാരണം ഞാൻ പിശിക്കുകയാണ്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായത്. ഓഹോ, അപ്പൊ പാലം കടന്നപ്പോ കൂരായണ അല്ലേ? കാശിറക്കിയ ഞാൻ മണ്ടൻ. അതായത് അനു പകുതി വഴി എത്തിയപ്പോഴേക്കും അവരങ്ങ് ഡിക്ലെയർ ചെയ്തു തുടങ്ങി, അനുവിനെ ഞങ്ങൾ ജയിപ്പിച്ചു, സത്യം അതാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാമോ? അതെ. അപ്പം പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് കപ്പ് കിട്ടും. ബോംബെയിലെ കിട്ടാതെ തുറക്കണ്ട, അതോടെ ഇറക്കിക്കാളി. കുറെ കാലായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. എനിക്കറിയാം ഞാൻ ഇവിടെ നന്നായിട്ട് നിന്നിട്ടുള്ളൂ, ജെന്യൂനായിട്ട് നിന്നിട്ടുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കല്ലേ. അത് പറയുമ്പോണ്ടല്ലോ അതൊക്കെ എന്റെ കയ്യും കാലും കൊണ്ട് അരച്ചിട്ട് കേറി. അപ്പൊ ബിന്നി എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെയോ പൊട്ടും കളിക്കരുത് കേട്ടോ. 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 16ന്റെ കണക്ക് എനിക്ക് അറിയത്തില്ല. 15 കൊടുത്തിട്ടുണ്ടോ? എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. കൊടുത്തിട്ടുണ്ടെന്നല്ല, അതിനോട് ചോദിച്ച എമൗണ്ട് ആണ് 15 ലക്ഷം രൂപ. അതെനിക്ക് എവിടെയും പ്രൂവ് ചെയ്യാം. ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. സത്യത്തിൽ എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 കൊടുത്തു. അയ്യോ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പൂച്ചല്ലേ ഇവൻ. വലിയ എമൗണ്ട് ഒന്നും ചോദിക്കുന്നില്ലെന്ന് കുറച്ച് പേര് പറഞ്ഞു. അനുവിന് ഓൾറെഡി ഫെയിം ഉള്ളത് കൊണ്ടും വലിയ എമൗണ്ടും തരണ്ട, ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ടീച്ചർ ഒന്ന് നിന്ന് വെച്ചാൽ മതി. ടീച്ചറെ ജയിപ്പിച്ചെടുക്കുന്ന കാര്യം ഈ ശശാങ്ക മുതലാളി ഏറ്റു. എനിക്ക് എന്റെ കയ്യിലുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാലോ. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. അപ്പം അത് ഫുൾ എന്റർടൈനർ ആയിട്ട് നിക്കണമെന്നാണ് ആഗ്രഹമായിരുന്നത്. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? പുറത്ത് ആൾക്കാർ മുഴുവൻ പറയുന്നത് PR കാരണം മനു ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും അറിഞ്ഞുവല്ലേ? അറിഞ്ഞോന്നോ? PR ഉണ്ട്, അതിനിപ്പോ എനിക്ക് പറയുന്ന ഒരു പ്രശ്നമില്ല. അതെന്നാ വർത്താനം പറഞ്ഞു പോയി. ഇനി ആരെന്ത് ചോദിച്ചാലും പറഞ്ഞാലും ഈ ഒരു എനിക്ക് ആരും എന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ എന്നുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? എന്തോ 50,000 രൂപ കൊടുത്താൽ വോട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ. ആർക്ക് അതറിയില്ല, എപ്പിസോഡിൽ പോയതാണ്. ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. ഞാൻ പറഞ്ഞു 50,000 രൂപ കൊടുത്താൽ അവര് വോട്ട് മേടിച്ചു കൊടുക്കും. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. വേഷം കെട്ട് കാണിക്കരുത്. ഇല്ലില്ല, അങ്ങനെയല്ല. അത് നമ്മൾ അല്ലാണ്ട് സംസാരിക്കുന്നത്. അതായത് ഓരോ PR പറയത്തില്ലേ, വോട്ടിന്റെ കാര്യമല്ല സപ്പോർട്ടിന്റെ കാര്യമാണ് പറയുന്നത്. അതിന് അങ്ങനെയൊക്കെ ആക്കിക്കോട്ടെ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ഹലാക്കിലാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു പോവുകയാണ്.